വയനാട്ടിലേക്ക് സ്മൃതി ഇറാനി എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സ്മൃതി ഇറാനി എന്ന് കേട്ടാൽ ആ സമയം മുതൽ വെപ്രാളം തുടങ്ങുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. അവർ വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് കെ സുരേന്ദ്രൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനാണ്. ആ ഒരു സമർപ്പണ റാലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. അവർ വളരെ വ്യക്തമായിട്ട് വയനാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അമേഠിയിലെ ജനങ്ങളെ വഞ്ചിച്ചിട്ടാണ് വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളെയും രാഹുൽ ഗാന്ധി വഞ്ചിക്കുമെന്നാണ് വളരെ കൃത്യമായിട്ട് സ്മൃതി ഇറാനി പറയുന്നത്. സ്മൃതി ഇറാനി ആരാണ്? വർഷങ്ങളായിട്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച ജനങ്ങള് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനിയാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. അതേ സ്മൃതി ഇറാനിയാണ് ഇവിടെ വന്ന് പറയുന്നത് അമേഠിയിലെ ജനങ്ങളെ വഞ്ചിച്ചു, നിങ്ങളെയും വഞ്ചിക്കുമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ വളരെ വ്യക്തമായിട്ട് അതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ അടുത്തൊക്കെ ആയിട്ട് ഈ വയനാടിൻ്റെ കുടുംബമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതേപോലെ തന്നെ അമേഠിയിലെ ജനങ്ങളോടും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബമാണ് അമേഠി എന്നായിരുന്നു. ആ കുടുംബത്തെ വഞ്ചിച്ചിട്ടാണ് വയനാട്ടിലേക്ക് വന്നത്. വയനാട്ടിലെ കുടുംബത്തെയും വഞ്ചിക്കുമെന്നാണ് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടും സ്മൃതി ഇറാനി ഇതുപോലെ ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ രാഹുൽ ഗാന്ധി തന്നെ കരുതിയിട്ടുണ്ടാവും ഇനി ഞാൻ എങ്ങോട്ടാണ് ഓടുക എന്ന്. കാരണം അമേഠിയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ഓടി വന്നുകൊണ്ട് നമ്മുടെ വയനാട്ടിലാണ് അഭയം പ്രാപിച്ചിട്ടുള്ളത്. ഇനി ഓടാൻ അറബിക്കടൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും ജനങ്ങൾക്ക് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാനാണ് സ്മൃതി ഇറാനി എത്തിയിരിക്കുന്നത്. ഈ സ്മൃതി ഇറാനി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേരളത്തിൽ LDF UDF ഒരു സഖ്യത്തിലല്ലല്ലോ, പക്ഷേ ഇവർ ഡൽഹിയിൽ വളരെ ഐക്യത്തിലാണ്, വളരെ സൗഹാർദ്ദത്തിലാണ്. പക്ഷേ അവരിവിടെ ഈ വയനാട്ടിൽ വളരെ വലിയ പ്രശ്നത്തിലുമാണ്. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തെ ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾ തന്നെ അംഗീകരിക്കുന്നില്ല എന്നും എടുത്തു പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ ചെല്ലണം. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാനുസൃതമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന്. എന്നാൽ രാജ്യം നിരോധിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് കാണുമ്പോൾ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങുമ്പോൾ ആ ചെയ്ത പ്രതിജ്ഞയിൽ പോലും വെള്ളം ചേർക്കുന്നുണ്ട് എന്നാണ് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്. വർഗീയ സംഘടനകളുടെ വോട്ട് പോലും രാഹുൽ ഗാന്ധി വാങ്ങുന്നുണ്ട് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. നമുക്കറിയാം വയനാട്ടിൽ കെ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തിയതോടുകൂടിയിട്ട് അവിടെയുള്ള സകല ആളുകൾക്കും അവരുമായി ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അനുകൂലിക്കുന്ന ആളുകൾ, നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ഒരുപാട് ആളുകൾ വളരെ വലിയ ആവേശത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, കെ സുരേന്ദ്രന് മത്സരിച്ച ഓരോ തിരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ വളരെ ശക്തമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മഞ്ചേശ്വരത്തൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത് 89 വോട്ടിന് 700 വോട്ടിന്, അങ്ങനെ ചെറിയ വോട്ടുകൾക്കാണ് വിജയത്തിലേക്ക് എത്തിക്കാൻ ആ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുന്നൊരു നേതാവാണ്. പത്തനംതിട്ടയിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകളാണ് പിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വയനാട്ടിൽ വളരെ മികച്ച പ്രകടനം കെ സുരേന്ദ്രന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. സ്മൃതി ഇറാനി വയനാട്ടിലെത്തിയതോടുകൂടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ വെപ്രാളം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു.